ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ. ഇന്ന് നമ്മൾ പഞ്ചാബി സമൂസ, ഇന്ത്യൻ സമൂസ എന്നൊക്കെ പറയുന്ന സമൂസയാണ് ഉണ്ടാക്കുന്നത്. പല പേരുകളിൽ അറിയുന്ന സമൂസയുടെ കൂടെ കൊടുക്കാനായിട്ട് നമ്മൾ മിൻറ്റ് ചട്നി, സ്വീറ്റ് ചട്നി. മിൻറ്റ് ചട്നിക്ക് വേണ്ടി നമ്മൾ മൂന്നിലൊന്ന് കൊറിയാണ്ടറും ബാക്കിയുള്ളത് നമ്മൾ മിൻറ്റും കൂടി എടുത്തിട്ട് അതിൽ ഇഞ്ചി, പച്ചമുളക്, അല്പം ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ മാങ്ങ നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ട് മാങ്ങ അഡീഷണൽ ഇട്ടിട്ടുണ്ട്. മാങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും കൂടും, അതിന് നല്ല കട്ടിങ് കിട്ടും. അതിന് സോൾട്ടും കൂടി എല്ലാം ഇട്ട് നമ്മൾ അല്പം തൈര്, നല്ല കട്ടി തൈരിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ മിൻറ്റ് ചട്നി റെഡിയാണ് കേട്ടോ. മിൻറ്റ് ചട്നി നമ്മൾ തൈര് ഒപ്പം അധികം ഒഴിക്കേണ്ട, അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് നമ്മുടെ സൂപ്പർ ചട്നി റെഡിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്പം ചാട്ട് മസാല നമുക്ക് ചേർക്കാം കേട്ടോ. തൈരെല്ലാം ഒരുമിച്ചിട്ട് അടിക്കേണ്ട, നമ്മൾ അടിച്ച് പ്യൂരി ആയതിന് ശേഷം അല്പം തൈര് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിന് വെള്ളം പോലെയാവും കേട്ടോ. അപ്പോൾ സൂപ്പർ കളറാണ്. ഈ കളറ് വേണം നമുക്ക് മിൻറ്റ് ചട്നി തയ്യാറാക്കുമ്പോൾ. അപ്പം മിൻറ്റ് ചട്നിയിൽ ഞാൻ അല്പം ചാട്ട് മസാല ഇട്ടു. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ചട്നിയുടെ ടേസ്റ്റും മണവും എല്ലാം നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കുന്നത്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികളും കൂടി ഒപ്പം പഠിപ്പിക്കാൻ കേട്ടോ. നമ്മൾ സ്വീറ്റ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. സ്വീറ്റ് ചട്നി ഞാൻ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ചട്നി റെഡിയാക്കും കേട്ടോ. അതിന് നമ്മൾ വേണ്ട സാധനങ്ങൾ പുളി, ഈത്തപ്പഴം, ശർക്കര, അല്പം സിനമൺ, അതായത് നമ്മുടെ കറിവേപ്പട്ട, കാശ്മീരി ചില്ലി, സോൾട്ട് എല്ലാം ഇട്ട് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്വീറ്റ് ചട്നി. ജിഞ്ചർ എടുക്കാൻ മറക്കണം. ജിഞ്ചർ നമ്മൾ ഹോൾ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. മണത്തിന് വേണ്ടി അല്പം ജീരകം, സിനമൺ, നമ്മുടെ കാടമം, ഒരു ചെറിയ കഷ്ണം കാടമം എല്ലാം കൂടി ഇട്ട് അടിപൊളിയായിട്ട് സ്വീറ്റ് ചട്നി റെഡി. ഇനി നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന സമൂസയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്. സിമ്പിളാണ് സമൂസയുടെ സിമ്പിള. അതായത് അതിന് നമ്മൾ ഒരു ഒനിയന്, ഇത്തിരി ജിഞ്ചർ, ഒരു ചില്ലി, ഇതെല്ലാം നമ്മൾ ഓയിൽ ഒഴിച്ചൊന്ന് സോട്ടാക്കിയിടാം. ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് സോട്ടാക്കി എടുക്കുക. നമ്മളൊന്ന് വഴറ്റിയിട്ടതിന് ശേഷം നമ്മൾ എന്ത് വെജിറ്റബിളാണോ, നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് കാബേജ്, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കോളിഫ്ലവർ വേണമെങ്കിൽ ഉപയോഗിക്കാം, ബ്രോക്കോളി വേണമെങ്കിൽ ഉപയോഗിക്കാം. ബ്രോക്കോളി കളർ പെട്ടെന്ന് ചേഞ്ച് ആവും. മഷ്റൂം ഉപയോഗിക്കാം. അപ്പോൾ ഈ വെജിറ്റബിളെല്ലാം ഇട്ടതിന് ശേഷം നമ്മളൊന്ന് സോട്ട് ചെയ്തു. അതിൽ മസാല ചേർത്തു. മസാല നമ്മൾ ജീരകപ്പൊടി, അല്പം ഗരം മസാല, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം കൂടി ഒരു മിക്സറാണ് കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് മസാല വേണ്ടു. ഗരം മസാല, ജീരകപ്പൊടി, അല്പം കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, സോൾട്ട്, ഇത്ര മതി കേട്ടോ. നല്ല ഫ്ലേവർ ഉണ്ടാവും, ഒത്തിരി മസാല വേണ്ട. ഇനി നമുക്കതിന് വേണ്ടി ഡോ തയ്യാറാക്കാം. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ മൈദ എടുത്തു, ഉപ്പ്, അല്പം വെള്ളം, നമുക്ക് ജീരകമോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന അജ്വൈനോ ഇടാം, അല്ലെങ്കിൽ കറുത്ത ജീരകം എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു ബൈറ്റിന് വേണ്ടി ചേർക്കാം. അത് നമ്മൾ കുഴച്ച് വെച്ചതിന് ശേഷം ബോയിൽഡ് പൊട്ടാറ്റോ വെള്ളം കളഞ്ഞ് നന്നായിട്ട് വെള്ളം മാറുന്ന പൊട്ടാറ്റോ നമ്മൾ മാഷ് ചെയ്ത് അത് നമ്മൾ മുൻപ് സോട്ട് ചെയ്ത പച്ചക്കറികളുടെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മിക്സ് ചെയ്യാൻ മറക്കണ്ട. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മല്ലിയിലെല്ലാം ഇട്ട് നല്ല മണം ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒത്തിരി മസാലയില്ല, നല്ലൊരു മസാല റെഡിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ മിക്സർ ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഡോ നീളത്തിൽ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ബോളുകളാക്കി, ഒരു ബോളിൽ നിന്ന് നമ്മൾ 2 സമൂസ ഉണ്ടാക്കുന്ന രീതിയിലാക്കി കേട്ടോ. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം കയ്യിൽ കുമ്പിൾ എന്ന് പറയില്ലേ, അതുകൊണ്ട് അല്പം വെള്ളം ഉപയോഗിച്ച് നമ്മളൊന്ന് സൈഡ് നനച്ച് ഇതേപോലെ നമ്മൾ റെക്റ്റാങ്കിൾ നമ്മുടെ കോണോട് കൂടി ഇതേപോലെ സമൂസ റെഡിയാണ്. നമ്മൾ ഒരു മിനി സമൂസ ഉണ്ടാക്കണേ, അല്ലെങ്കിൽ ഒരു 100 ഗ്രാം വരാവുന്ന വലിയ സമൂസയാണ് ഉണ്ടാക്കേണ്ടത്. ഇതുവരെ ഏകദേശം 50 ഗ്രാം 60 ഗ്രാം വരാവുന്ന മിനി സമൂസയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സ്റ്റുഡൻസ് ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാം, അതിൽ സമൂസയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഓയിൽ ചൂട് വേണ്ട,
160 ഡിഗ്രി ചൂടാണെങ്കിലെങ്കിൽ ഒരു ഏകദേശം 150 ഡിഗ്രി ചൂടിൽ ഇത് വറുത്തെടുക്കണം കേട്ടോ, നല്ല ഗോൾഡൻ കളറിൽ. കാരണം നമ്മുടെ സ്റ്റഫിങ് കുക്കാവാനില്ല, പക്ഷേ അതിൻ്റെ ക്രസ്റ്റ് മാവ് കുക്കാവും, നല്ല ഗോൾഡൻ കളറായി. ഏകദേശം ഒരു 10-12 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു. വല്ലാതെ ടെമ്പറേച്ചർ കുറയരുത്, ആവശ്യത്തിന് ചൂടുണ്ടായിരിക്കണം. വല്ലാതെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂസ ഓയിൽ കുടിച്ച് വൃത്തികേടാം. സമൂസ ചാട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചട്നി എല്ലാമായിട്ട് നമ്മൾ സമൂസ ചാട്ട് ഇടാം കേട്ടോ. ഇതേപോലെ അറേഞ്ച് ചെയ്യാം, കുറച്ച് ചാട്ട് മസാല മേലിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂസ ചാട്ട. ഇതുപോലെ എല്ലാ ചാട്ടുകൾക്കും നമ്മൾ സ്വീറ്റ് ചട്നി, മിൻറ്റ് ചട്നി, അല്പം തൈര് ഉപയോഗിച്ച പാപ്പടി ചാട്ടായാലും മറ്റുള്ള ഏത് ചാട്ടുകൾക്കും നമുക്കിത് കൊടുക്കാം. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, സജസ്റ്റബിൾ ആവട്ടെ. ബൈ, താങ്ക് യു.